Q4 ക്വിസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് പറയുന്നത് റിട്ടുകളെക്കുറിച്ചും നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ചും മൗലിക കടമകളെക്കുറിച്ചുമുള്ള പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ്. അപ്പോൾ ആദ്യം റിട്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ പറയുന്ന പേരാണ് റിട്ട്. മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ പറയുന്ന പേരാണ് റിട്ട്. റിട്ടുകളെ കുറിക്കുന്ന പദങ്ങൾ ഏതു ഭാഷയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? ലാറ്റിൻ ഭാഷ. ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് റിട്ടുകളെ കുറിക്കുന്ന പദങ്ങൾ എടുത്തിട്ടുള്ളത്. റിട്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഹേബിയസ് കോർപ്പസ്, കോ വാറൻറ്റോ, സെർഷ്യൂററി, മൻഡാമസ്, പ്രൊഹിബിഷൻ. പ്രധാനപ്പെട്ട റിട്ടുകൾ ഏതൊക്കെയാണ്? 5 റിട്ട്സ് ആണുള്ളത്. ഹേബിയസ് കോർപ്പസ്, കോ വാറൻറ്റോ, സെർഷ്യൂററി, മൻഡാമസ്, പ്രൊഹിബിഷൻ. ഭരണഘടനയുടെ ഏതു വകുപ്പിനനുസരിച്ചാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്? 32-ാം അനുച്ഛേദം. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശമാണ് 32-ാം അനുച്ഛേദം. ഈ 32-ാം അനുച്ഛേദം എന്ന വകുപ്പ് അനുസരിച്ചാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്. മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് 32-ാം അനുച്ഛേദമാണ്. മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് 32-ാമത്തെ അനുച്ഛേദമാണ്. ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് 266-ാം അനുച്ഛേദം അനുസരിച്ചാണ്. ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് 226-ാം അനുച്ഛേദം അനുസരിച്ചാണ്. ഹേബിയസ് കോർപ്പസ് റിട്ട് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ഏതിലാണ്? മാഗ്ന കാർട്ടയിൽ. പൗരന്മാരുടെ മൗലിക അവകാശങ്ങളെക്കുറിച്ചുള്ള ലോകത്തിലെ ആദ്യത്തെ പ്രാമാണിക രേഖ ഏതാണ്? മാഗ്ന കാർട്ട. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്ന് അറിയപ്പെടുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് എന്ന വാക്ക് ഏതു ഭാഷയിൽ നിന്നാണ്? ലാറ്റിൻ. നിങ്ങൾക്ക് ശരീരമേറ്റെടുക്കാം എന്നർത്ഥം വരുന്ന റിട്ട് ഏതാണ്? ഹേബിയസ് കോർപ്പസ്. നിയമവിധേയമല്ലാതെ തടവിൽ വച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ്. നാം കൽപ്പിക്കുന്നു എന്ന് അർത്ഥം വരുന്ന റിട്ട് മൻഡാമസ്. സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ ഒരു ഉദ്യോഗസ്ഥനെയോ പൊതുസ്ഥാപനത്തെയോ അനുശാസിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് മൻഡാമസ്. ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നതിനുള്ള റിട്ട് കോ വാറൻറ്റോ. കോ വാറൻറ്റോ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? എന്ത് അധികാരം? നിയമവിരുദ്ധവും നീതിരഹിതവുമായ വിചാരണ തടയാൻ പുറപ്പെടുവിക്കുന്ന റിട്ട് പ്രൊഹിബിഷൻ. ഒരു കീഴ്ക്കോടതി അതിൻ്റെ അധികാരപരിധി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ പ്രാഥമികമായി തടയുന്നതിനുള്ള റിട്ട് പ്രൊഹിബിഷൻ. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് സെർഷ്യൂററി. അടുത്ത് പറയുന്നത് നിർദ്ദേശക തത്വങ്ങൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ആർട്ടിക്കിൾ 36-51. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ആദ്യത്തെ രാജ്യം ഏതാണ്? സ്പെയിൻ. നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? അയർലാൻഡിൽ നിന്ന്. ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 4-ാം ഭാഗത്താണ്. അതായത് 36 മുതൽ 51 വരെയുള്ള വകുപ്പുകളാണ്. ഇന്ത്യയെ ഒരു ക്ഷേമ രാഷ്ട്രമാക്കി മാറ്റുകയാണ് നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യം. രാഷ്ട്രത്തിൻ്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്നത് ഏതാണ്? നിർദ്ദേശക തത്വങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി എന്നറിയപ്പെടുന്നത് നിർദ്ദേശക തത്വങ്ങൾ. ബാങ്കിൻ്റെ സൗകര്യാർത്ഥം മാറാൻ കഴിയുന്ന ചെക്ക് എന്ന് നിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചത് ആരാണ്? KD ഷാ. കേരളത്തിൽ 2015 ബാറുകൾ പൂട്ടുന്നതിനെടുത്ത സർക്കാർ തീരുമാനം ഭരണഘടനയിലെ ഏത് പ്രൊവിഷൻ്റെ നടപ്പിലാക്കലായി കരുതാവുന്നതാണ്? സ്റ്റേറ്റിൻ്റെ മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടന ഭാഗം ഏതാണ്? 4-ാം ഭാഗം. നിർദ്ദേശക തത്വങ്ങളിൽ 4-ാം ഭാഗത്താണ് ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഭരണഘടന ഭാഗമെന്ന് പറയുന്നത്. നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല എന്ന് ശാസിക്കുന്ന അനുച്ഛേദം 37. ഗാന്ധിയൻ, സോഷ്യലിസ്റ്റ്, ലിബറൽ എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നത് എന്തിനെയാണ്? നിർദ്ദേശക തത്വങ്ങളെ. സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? 39D. തുല്യനീതിയും
പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായവും നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? അനുച്ഛേദം 39A. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? അനുച്ഛേദം 40. ഏകീകൃത സിവിൽ കോഡ്, യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കണമെന്ന് ശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? 44-ാം വകുപ്പ്. ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗോവ. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം 45. നീതിന്യായ വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്ന് വേർതിരിക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം 50. നീതിന്യായ വിഭാഗം അതായത് ജുഡീഷ്യറിയെ കാര്യനിർവഹണ വിഭാഗം അതായത് എക്സിക്യൂട്ടീവിൽ നിന്ന് വേർതിരിക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 50. അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കാൻ അനുശാസിക്കുന്ന വകുപ്പ് 51-ാം അനുച്ഛേദം. മദ്യനിരോധനം നടപ്പിലാക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം 47. ഗോവധ നിരോധനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? ഭാഗം 4. ഗോവധ നിരോധനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? അനുച്ഛേദം 48. ഗോവധ നിരോധനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം 4-ഉം ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം 48-ഉമാണ്. ഗോവധ നിരോധന നിയമം നടപ്പിലാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. ഗുജറാത്താണ് ഗോവധ നിരോധന നിയമം നടപ്പിലാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം. പരിസ്ഥിതി സംരക്ഷിക്കേണ്ടത് സ്റ്റേറ്റിൻ്റെ കടമയാണ് എന്ന് നിർദ്ദേശിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം 48A. നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ ഒരു പൗരന് കോടതിയെ സമീപിക്കാൻ കഴിയുകയില്ല. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഭാഗമായത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ അനുസരിച്ചാണ്? സപ്രൂ കമ്മിറ്റി. അടുത്തത് മൗലിക കടമകളാണ്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, ആർട്ടിക്കിൾ 51A. ഭരണഘടന നിലവിൽ വന്ന സമയത്ത് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 42-ാം ഭേദഗതിയായിരുന്നു. ഇത് ഉൾപ്പെടുത്തിയ വർഷം 1976 ആയിരുന്നു. ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഭാഗം 4A. മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? അനുച്ഛേദം 51A. ഏതു കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്? സ്വരൺ സിംഗ് കമ്മിറ്റി. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. ഏതു രാജ്യത്തെ അനുകരിച്ചാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത്? റഷ്യ. USSRനെ അനുകരിച്ചാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത്. 42-ാമത്തെ ഭരണഘടനാ ഭേദഗതി വഴിയായി 1976 എത്ര മൗലിക കടമകളാണ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? 10 മൗലിക കടമകളാണ്. എത്ര മൗലിക കടമകളാണ് ഭരണഘടനയിൽ ഇപ്പോഴുള്ളത്? 11 മൗലിക കടമകൾ. 11-ാമത്തെ മൗലിക കടമ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏതു ഭേദഗതി വഴിയായിട്ടാണ്? 86-ാം ഭേദഗതി വഴിയായിട്ടാണ്. കൂട്ടിച്ചേർത്ത വർഷം എന്ന് പറയുന്നത് 2002. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ മൗലിക കടമയായി കൂട്ടിച്ചേർത്തു. മൗലിക കടമകളിൽ 51Aയിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് നോക്കാം. ആദ്യത്തേത് ഭരണഘടനയെ അനുസരിക്കുകയും അതിൻ്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക. അടുത്തത് സ്വാതന്ത്ര്യ സമരത്തിന് ഉത്തേജനം പകർന്ന ഉന്നത ആദർശങ്ങളെ പിന്തുടരുക. അടുത്തത് ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുക. അടുത്തത് രാജ്യരക്ഷാ പ്രവർത്തനത്തിനും രാഷ്ട്രസേവനത്തിനും തയ്യാറാവുക. അടുത്തത് മതം, ഭാഷ, പ്രദേശം, വിഭാഗം എന്നീ വൈരുദ്ധ്യങ്ങൾക്ക് അതീതമായി എല്ലാവർക്കുമിടയിൽ സാഹോദര്യം വളർത്താൻ ശ്രമിക്കുക. സ്ത്രീകളുടെ മാന്യതയെ ഹനിക്കുന്ന പ്രവൃത്തികൾ ഉപേക്ഷിക്കുക. അടുത്തത് ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പൈതൃകത്തെ ബഹുമാനിക്കുക. അടുത്ത് പരിസ്ഥിതി സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക. ജീവികളോട് അനുകമ്പ പുലർത്തുക. അടുത്തത് ശാസ്ത്രീയ വീക്ഷണവും മാനവികതയും അന്വേഷണാത്മകതയും വികസിപ്പിക്കുക. അടുത്തത് പൊതുസ്വത്ത് സംരക്ഷിക്കുക, അക്രമം ഉപേക്ഷിക്കുക. അടുത്തത് എല്ലാ മണ്ഡലങ്ങളിലും മികവ് കാട്ടി ഔന്നത്യത്തിൻ്റെ പാതയിൽ മുന്നേറാൻ സഹായിക്കുക.
അടുത്തത് 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള തങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. Q4Quiz എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക, കമൻസുകൾ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ക്ലാസ് പ്രയോജനപ്പെടും എന്ന വിശ്വാസത്തോടു കൂടി താങ്ക്